ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ നമ്മുടെ ശരീരത്തിൽ ഭൂരിഭാഗവും വെള്ളമാണ് എന്നത്. കുടിക്കാൻ ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കും അവയവങ്ങൾക്കും അവയുടെ ജോലി ചെയ്യാൻ കഴിയില്ല. ഭക്ഷണമില്ലാതെ നമുക്ക് കുറച്ചു കാലം ജീവിക്കാൻ കഴിയുമെങ്കിലും വെള്ളമില്ലാതെ ഏതാനും ദിവസങ്ങൾ മാത്രമേ ജീവിക്കാൻ കഴിയൂ. നിർജ്ജലീകരണം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. യോഹന്നാൻ 7-ാം അധ്യായം 37, 38, 39 യേശു ഉച്ചത്തിൽ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമൊന്ന് ശ്രദ്ധിക്കൂ. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുവിലത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാവുന്നു പറഞ്ഞത്. അതുവരെ ആത്മാവിനെ നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഇവിടെ യേശു പറയുന്നത് ആത്മാവിൽ ദാഹമുള്ളവർ യേശുവിൻ്റെ അടുത്ത് ചെന്നാൽ ജീവജലം ലഭിക്കുമെന്നാണ്. ജീവജലത്തിൻ്റെ ഉറവിടം യേശുവാണ്. ഇതൊരു ഭാവി വാഗ്ദാനമാണ്. കാരണം ഇത് പറയുമ്പോൾ അതുവരെയും യേശു മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. മഹത്വീകരിക്കപ്പെട്ടതിന് ശേഷം നടക്കാനിരിക്കുന്ന കാര്യമായതിനാലാണ് എന്ന് പിന്നീടുള്ള ഭാഗങ്ങളിൽ പറയുന്നു. ജീവജലമെന്നത് വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു രൂപകമാണ്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായത്. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം വായിച്ചു നോക്കുക. വചനത്തിലെ ഈ ജലം പരിശുദ്ധാത്മാവാണ്. ഈ ജലം ജീവനും ശക്തിയുമാണ്. ദാഹിച്ചിരിക്കുന്നവന് വെള്ളം കുടിക്കുമ്പോൾ ലഭ്യമാകുന്ന ഉന്മേഷം പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവൻ ആത്മീയ ശുദ്ധീകരണവും നിരന്തരമായ നവോന്മേഷവും ലഭിക്കുന്നു. അവൻ്റെ ഉള്ളിലെത്തുന്ന ആ ജീവജലം കെട്ടിക്കിടക്കാതെ അരുവികളും നദികളുമായി മാറുകയും യേശുവിൻ്റെ സ്നേഹവും കൃപയും ലോകവുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. യേശു ഈ ജീവജലത്തെക്കുറിച്ച് ശമര്യക്കാരി സ്ത്രീയോട് യോഹന്നാൻ 4:14 പറയുന്നുണ്ട്. കേൾക്കൂ. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദഹിക്കുകയില്ല. മറിച്ച് ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങിവരുന്ന നീരുറവയായിത്തീരും. യേശു നൽകുന്ന ജലം കുടിക്കുന്നവനിൽ നിന്ന് ഒരു നീരുറവ നിത്യമായ ജീവനിലേക്ക് എത്തുമെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ആ ജലം പകരപ്പെടുന്ന ഒന്നാണ്. യേശു ഈ ജീവജലത്തെക്കുറിച്ച് ശമര്യക്കാരി സ്ത്രീയോട് പറയുമ്പോൾ അവരുടെ സന്ദർഭം ഒന്ന് ഓർക്കുക. യേശു തന്നെയാണ് അത് വെളിപ്പെടുത്തുന്നത്. 5 ഭർത്താക്കന്മാരാലും സംതൃപ്തമാക്കപ്പെടാതെ 6ാമതൊരുവൻ്റെ കൂടെ പാർക്കുന്നവൾ, അവളോടാണ് അനന്തമായ സംതൃപ്തിയായി മാറുന്ന ജീവജലത്തെക്കുറിച്ച് യേശു പറയുന്നത്. ഇത് നമ്മെ ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. സംതൃപ്തിക്കും സന്തോഷത്തിനുമായി പരക്കം പായുന്ന മനുഷ്യന് യഥാർത്ഥ സംതൃപ്തി ലഭിക്കണമെങ്കിൽ ജീവജലം ലഭിക്കണം. സഹോദരങ്ങളെ, അതായത് പരിശുദ്ധാത്മാവിനെ തന്നെ. ഈ ആനന്ദ നദിയെയും ജീവൻ്റെ ഉറവയെയും കുറിച്ച് സങ്കീർത്തനം 36, 8-9 പറയുന്നുണ്ട്. വായിച്ചു നോക്കണം. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളുണ്ട്. ആഘോഷിക്കാൻ കാര്യങ്ങളും വിലപിക്കാനുള്ള കാര്യങ്ങളുമുണ്ട്. പരിശുദ്ധാത്മാവിനോടൊപ്പമുള്ള ജീവിതത്തെ അതിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളിലും ആസ്വദിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. യേശുവിൻ്റെ നാമത്തിന് യോഗ്യമായ ജീവിതം നയിക്കാൻ നമ്മെ സജ്ജീകരിക്കുന്നു. ജീവജലത്തിൻ്റെ നദിയാണ് യേശുവിൻ്റെ വാഗ്ദാനം. ഒരിക്കലും വറ്റാത്തതും തൃപ്തികരവുമായ നദി. ആ നദിക്കരയിലുള്ള മനുഷ്യനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് കേൾക്കൂ. സങ്കീർത്തനം 1:3. അവൻ നദീ തീരത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കാക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതെല്ലാം അഭിവൃദ്ധി പ്രാപിക്കും. ജെറമിയ 2:13 17:13 യഹോവയെ ജീവജലത്തിൻ്റെ ഉറവയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാവ് 44:3 ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും പകരും എന്നെഴുതിയിരിക്കുന്നു. പഴയ നിയമത്തിൽ പലയിടത്തും ഇത്തരത്തിലെ പരാമർശങ്ങൾ നമുക്ക് കണ്ടെത്താനാകും. മോശയുടെ കാലത്ത് മരുഭൂമിയിലെ വെള്ളം ഇസ്രായേലിലെ ജീവനോടെ നിലനിർത്തിയതുപോലെ ക്രിസ്തുവിൻ്റെ അനുയായികളെ ആത്മാവ് ജീവിപ്പിക്കുന്നു. അവരെക്കുറിച്ച് പൗലോസ് 1 കൊരിന്ത്യർ 10:3-4 പറയുന്നത് ശ്രദ്ധിക്കൂ. മോശയോടുകൂടെ ചേർന്ന് എന്നും എല്ലാവർക്കും ഒരേ ആത്മീയ ആഹാരം തിന്നുകയും ഒരേ ആത്മീക പാനീയം കുടിക്കുകയും ചെയ്തു.
അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവാകുന്ന പാറയിൽ നിന്നാണ് ഇന്നും നമുക്ക് പരിശുദ്ധാത്മാവാകുന്ന ജീവജലം ലഭിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പരിശുദ്ധാത്മാവ് ജീവൻ നൽകുന്നു, പരിപോഷിപ്പിക്കുന്നു, ഫലം കായ്ക്കാൻ ഇടയാക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വിവിധ ഫലങ്ങൾ നാം പുറപ്പെടുവിക്കുന്നു. വെളിപ്പാട് 22:1 കേൾക്കൂ. പിന്നെ അവൻ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്ന പളുങ്ക് പോലെ നിർമ്മലമായ ജീവജല നദി എന്നെ കാണിച്ചു. ഇവിടെയാണ് നാം പിതാവിനെയും കുഞ്ഞാടായ പുത്രനെയും ജീവജല നദിയായ പരിശുദ്ധാത്മാവിനെയും കാണുന്നത്. ഈ ജീവജലം ഇവിടെയും സൗജന്യമാണ്. 22:17 കേൾക്കൂ. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ആശിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. സൗജന്യമായി വിശ്വാസികളുടെ ഉള്ളിലേക്ക് ജീവജലമായി ഒഴുകി വരുന്ന ഈ ആത്മാവിനെ നമുക്ക് പ്രാപിക്കാം. ആ നീരുറ മറ്റുള്ളവരിലേക്കും ഒഴുകാൻ ഇടയാക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിൻ്റെ പ്രകാശം ലോകമെങ്ങും പരക്കട്ടെ. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.